കെൽപ്പാമിൽ വർഷങ്ങളായി നടന്നു വന്നിരുന്ന കോടികളുടെ അഴിമതിയാണ് മാതൃഭൂമി ന്യൂസ് പുറത്തു കൊണ്ടുവന്നത്. സർക്കാർ കെൽപ്പാമിന് ഗ്രാന്റായി നൽകിയ 2 കോടി കൊണ്ട് വാങ്ങിയ ഗ്ലാസ് കുപ്പികൾ 1,20,000 രൂപയ്ക്ക് വിറ്റെന്ന് അന്വേഷണത്തിലും കണ്ടെത്തി. അക്കൗണ്ട്സ് ഓഫീസർ എൽ ശ്രീലേഖയും ചെയർമാൻ എസ് സുരേഷ് കുമാറും ചേർന്നാണ് തട്ടിപ്പ് നടത്തിയതെന്നായിരുന്നു MD ആയിരുന്ന SR വിനയകുമാറിന്റെ കണ്ടെത്തൽ. തുടർന്ന് സർക്കാർ നടപടിയുമുണ്ടായി. വിദ്യാസ്ഥാപനം ചെറിയൊരു സ്ഥാപനം കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് ആരംഭിച്ച പദ്ധതിയെക്കുറിച്ചാണ് ഈ ഗവൺമെന്റിന്റെ കാലത്ത് വന്ന ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും ആരാണ് കുഴപ്പക്കാരെന്ന് നോക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാറ്റി. എന്നാൽ അവിടം കൊണ്ട് മാത്രം നിർത്താനാകില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. സമഗ്രമായ അന്വേഷണം വേണമെന്ന ആവശ്യമുയർത്തിയാണ് കോൺഗ്രസ് ധർണ. അഴിമതി ആരോപണത്തെ തുടർന്ന് ചെയർമാനെ പുറത്താക്കിയെങ്കിലും അക്കൗണ്ട്സ് ഓഫീസർ ശ്രീലേഖയെ മാറ്റിയിട്ടില്ല. അന്വേഷണം ഉദ്യോഗസ്ഥർക്കെതിരെയും വേണമെന്നാണ് ആവശ്യം. അഴിമതിയെക്കുറിച്ച് പറയുവാനുള്ള ഉത്തരവാദിത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനുണ്ട്. അത് ഏറ്റെടുക്കാതെ ഈ ചെയർമാൻ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു സംശയം, ഇതിൻ്റെ പങ്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയിട്ടില്ലേ? അഴിമതി നടത്തിയ ചെയർമാനെയും ക്രമക്കേടുകൾ കണ്ടെത്തിയ MDയെയും ഒന്നിച്ചു മാറ്റിയത് അന്വേഷണത്തെ വഴിതെറ്റിക്കാനുള്ള CPM ശ്രമമാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. പാറശാല, ചെങ്കൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ ധർണ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.